ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹേഡൻസ് മാജിക് പിയാനോ ലെസൺസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ നമ്മൾ കോഡ്സിൻ്റെ ഇൻവേർഷൻസും ഷിഫ്റ്റും പഠിച്ചു. അതുപോലെ തന്നെ സി മുതൽ ജി വരെയുള്ള 5 നോട്ടുകൾക്കൊപ്പം കോഡുകൾ വായിക്കാനും പഠിച്ചു. തുടർന്ന് നമ്മൾ 7 സ്വരങ്ങളും അല്ലെങ്കിൽ സി മുതൽ അടുത്ത സി വരെയുള്ള 7 സ്വരങ്ങളും അവയുടെ കോഡുകളും വായിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ 2 കോഡ് ഷിഫ്റ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ പഠിച്ചിട്ടുള്ള 5 നോട്ടുകൾക്കും നമ്മൾ ഉപയോഗിച്ച കോഡുകളുടെ പുറമേ 6ാമത്തെ നോട്ടായിരിക്കുന്ന എയ്ക്ക് എഫിൻ്റെ കോഡ് തന്നെയാണ് വായിക്കുന്നത്. അഥവാ റൈറ്റിലേക്കുള്ള ഷിഫ്റ്റായ CFA എന്ന കോഡ് തന്നെയാണ് എയ്ക്ക് ഉപയോഗിക്കുന്നത്. തുടർന്ന് നമുക്ക് ബി എന്ന നോട്ട് ആവശ്യമുണ്ട്. ബി എന്ന നോട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് ജിയുടെ കോഡാണ്. ജിയുടെ കോഡ് നമ്മൾ മുമ്പ് വായിച്ചത് BDG എന്നായിരുന്നു. എന്നാൽ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ജിയുടെ മറ്റൊരു ഇൻവേർഷനായ DGB എന്ന ആ ഒരു പൊസിഷനാണ്. അപ്പോൾ ആ ഒരു കോഡ് പൊസിഷനിലേക്ക് നമ്മൾ കൈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലെ നോട്ട് വരുന്നത് DGB എന്നാണ്. അപ്പോൾ നമ്മുടെ വലത്തെ കൈ എവിടെ വരും? ബി എന്ന നോട്ടിൽ വരും. വലത്തേക്കൊരു ഷിഫ്റ്റ് ആവശ്യം വരുന്നുണ്ട്. CDE കഴിഞ്ഞ് എഫിലേക്ക് നമ്മുടെ തമ്പ് എടുത്ത് വെച്ചിട്ട് എഫ് മുതലായിരിക്കും പിന്നെ അടുത്ത ഹാൻഡ് പൊസിഷൻ വരുന്നത്. അപ്പോൾ എഫ് മേജറിൻ്റെ ഹാൻഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുക. FGABC എന്നുള്ള 5 വിരലുകളായിരിക്കും എഫ് മുതൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിയിൽ നമുക്ക് വരുന്നത് നമ്മുടെ 4ാമത്തെ വിരലായ റിംഗ് ഫിംഗർ, റൈറ്റ് ഹാൻഡിൻ്റെ 4ാമത്തെ വിരലായ റിംഗ് ഫിംഗറാണ് വരുന്നത്. ആ റിംഗ് ഫിംഗർ കൊണ്ട് നമ്മൾ ബി വായിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കേണ്ടത് DGB എന്ന ജിയുടെ സെക്കൻഡ് ഇൻവേർഷനാണ്. ഇനി നമുക്ക് ലാസ്റ്റ് നോട്ട് അത് സി ആണ്. 2ാമത്തെ ഒക്ടേവിലെ സി, CDEFGABCയിലെ സി. ഈ സി വായിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ട കോഡ് എന്ന് പറയുന്നത് സി മേജറിൻ്റെ തന്നെ കോഡാണ്. ഈ സി മേജറിൻ്റെ കോഡ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്? സി റൂട്ട് നമുക്കറിയാം CEG എന്നാണ്. എന്നാൽ അതിന് ശേഷം വരുന്ന സി ഫസ്റ്റ് എന്ന ഇൻവേർഷനാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. സി ഫസ്റ്റിൽ എന്തൊക്കെ വരും? EGC എന്നാണ് വരിക. EGC. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, EGC എന്ന് പറയുമ്പോൾ ആ നോട്ടുകൾക്ക് വായിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇടത്ത് കൈയുടെ നടുക്കത്തെ വിരൽ ഇക്കും 2ാമത്തെ വിരൽ അഥവാ ചൂണ്ടുവിരൽ ജിക്കും തമ്പ് സിയിലും വരണം, അടുത്ത ഒക്ടേവിലെ സിയിലും. അങ്ങനെ CEG എന്ന സി ഫസ്റ്റ് ഇൻവേർഷൻ വായിക്കുമ്പോൾ നമ്മുടെ വലത്ത് കൈയുടെ ചെറുവിരൽ കൊണ്ട് സിയും വായിക്കും. ഇങ്ങനെ ഒരൊക്ടേവിലെ എല്ലാ നോട്ടുകൾക്കും കോഡുകൾ വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് പുതിയതായി പഠിച്ച 2 കോഡുകളുടെ ഫിംഗറിങ് കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ സി മേജറിൽ നിന്ന് റൈറ്റിലേക്ക് എഫ് ആണ് വായിച്ചിട്ടുള്ളത്, അഥവാ എ നോട്ടിന് വേണ്ടിയിട്ട്. എ നോട്ട് വായിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എഫിൻ്റെ കോഡാണെന്ന് പറഞ്ഞല്ലോ. CFA എന്നാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുന്നത്. തുടർന്ന് നമ്മൾ ബി എന്ന നോട്ടാണ് വായിക്കുന്നത്. ബി എന്ന നോട്ടിന് നമ്മൾ വായിക്കുന്നത് ജി സെക്കൻഡ് ഇൻവേർഷനാണ്. അപ്പോൾ ബി വായിക്കാനായിട്ട് നമ്മൾ വലത്ത് കൈയുടെ 4th ഫിംഗർ ഉപയോഗിക്കുന്നു. ഇടത്ത് കൈയിലെ ശ്രദ്ധിക്കുക, ഇടത്ത് കൈയിലെ റിംഗ് ഫിംഗർ കൊണ്ട് ഡിയും ചൂണ്ടുവിരൽ കൊണ്ട് ജിയും തമ്പ് കൊണ്ട് ബിയും വായിക്കും. റൈറ്റ് ഹാൻഡിൽ ബി, ലെഫ്റ്റ് ഹാൻഡിൽ DGB. ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് റിംഗ് ഫിംഗർ ഉപയോഗിച്ച്, വളരെ കൃത്യമായ റിംഗ് ഫിംഗർ തന്നെ ഉപയോഗിച്ച് ഡി വായിക്കണം. കാരണം നമ്മൾ മുമ്പോട്ട് പോയതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഈ നോട്ടുകളുടെ അവരോഹണം വായിക്കുമ്പോൾ കോഡുകളും പിന്നിലേക്ക് ഇറങ്ങി വരണം, അഥവാ പിന്നിലേക്കുള്ള പല ഇൻവേർഷനുകൾ ഉപയോഗിച്ച് വേണം ഇറങ്ങി വരാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വളരെ ഫ്ലോയിൽ നിങ്ങൾക്ക് ഒരു പാട്ടിന് ഒരുമിച്ച് കീബോർഡിനെ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വിട്ടുവീഴ്ച വരുത്താതെ ഒരു ഒക്ടേവിലെ എല്ലാ നോട്ടുകൾക്കും അതത് കോഡുകൾ വായിക്കുമ്പോൾ അതത് ഫിംഗറിങ്ങുകൾ കൃത്യമായും ഫോളോ ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെയുള്ള ഒരു സെക്ഷൻ നന്നായി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് കടക്കുക. ഇവിടെ നല്ല എക്സർസൈസ് ആവശ്യമുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഫിസിക്കലി പ്രാക്ടീസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും കൂടെ ചേർത്തുള്ള അടുത്ത സോങ്ങുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ പ്രാക്ടീസിൽ ഒരു കാരണവശാലും മുടക്കം വരുത്തരുത്. ഇപ്പോൾ നിങ്ങൾ സി മുതൽ സി വരെയുള്ള എല്ലാ നോട്ടുകൾക്കും വളരെ സിമ്പിളായിട്ട് കോഡുകൾ അപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സി മുതൽ സി വരെയുള്ള എല്ലാ നോട്ടുകൾക്കും വളരെ സിമ്പിളായിട്ട് കോഡുകൾ അപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു.
ഈ കോഡുകളൊക്കെ ചേർത്ത് നമുക്കൊരു പാട്ട് വായിച്ചു നോക്കിയാലോ? ഞാൻ വായിക്കുന്ന പാട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണ്ട. എങ്കിലും ഈ കോഡുകൾ ചേർത്ത് ഒരു പാട്ട് വായിക്കുമ്പോൾ എത്ര അനായാസമായിട്ട് നമുക്ക് ആ പാട്ടിൽ കോഡുകൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്നു എന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഒരു പാട്ട് വായിക്കുന്നത്. ശ്രദ്ധിക്കുക.